അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് കാലത്തെ ഒരാഗ്രഹമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകം ഒന്ന് ചർച്ച ചെയ്യണം എന്നുള്ളത്. കാരണം ലോകത്ത് തസൗഫിന്റെ വിജ്ഞാനങ്ങൾ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രസിദ്ധപ്പെടുത്തിയ രണ്ട് മഹാരഥന്മാരാണ്. ഒന്ന് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, രണ്ട് അവിടുത്തെ 50ാമത്തെ പിറക്കാത്ത പുത്രനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെ വിജ്ഞാന ലോകം എങ്ങനെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കും എന്നുള്ളൊരു ചിന്ത ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പ്രഭാഷണത്തിലൂടെയും എഴുത്തിലൂടെയും പരിചയപ്പെടുത്തിയ കാലത്ത് തന്നെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബിയ്യത്ത് വിശദീകരണം ഞാൻ ഏകദേശം 30ഓളം മണിക്കൂർ ഞാൻ പ്രസംഗിച്ച പ്രഭാഷണം എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുപോലെ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ 50 വർഷത്തെ ചരിത്രം ഞാൻ അറബി ഇബാറത്തോടുകൂടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ 1ാം ഭാഗം ഇറക്കിയിട്ടുണ്ട്. 2ാം ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് പല ആളുകളും ആവശ്യപ്പെട്ടത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകം ഒന്ന് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്താൽ നല്ലതായിരുന്നു. അങ്ങനെ ഇബ്നു അറബിയുടെ ഗ്രന്ഥം വിശാലമായ ഗ്രന്ഥങ്ങളാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഫുതുഹാത്തുൽ മക്കിയ. അത് മക്കയിൽ മഹാനവറുകൾ ഇരുന്നപ്പോൾ മഹാനവറുകൾക്ക് ആത്മീയമായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിയ വിജ്ഞാനങ്ങളാണ്, ഫുതുഹാത്തുകളാണ്. അത് 10 വാള്യമായിട്ട് വന്നത്. അതുപോലെ മിസ്റിൽ പോയപ്പോൾ ഇതുപോലെ ഫുതുഹാത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞിട്ട് 10 വാള്യമുണ്ട്. ഇറാഖിൽ നിന്ന് പോയപ്പോൾ ഫുതുഹാത്തുൽ ഇറാഖിയ ഉണ്ട്. ഇങ്ങനെ ഓരോ രാജ്യത്ത് മഹാനവറുകൾ ചെന്നപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മീയ സന്ദേശമായിട്ട് മഹാനവറുകളിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത വിജ്ഞാനങ്ങളെ മഹാനവറുകൾ ഗ്രന്ഥരൂപത്തിലേക്കാക്കിയിട്ടുണ്ട്. ഈ ഗ്രന്ഥരൂപത്തിൽ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ലോകത്തറിയപ്പെട്ട അൽ മുത്തബഹിറു ഫി ഉലൂമി ശരിഅ, ശരീഅത്തിന്റെ വിജ്ഞാനങ്ങളിൽ സമുദ്ര സമാനമായ അറിവുള്ള നേതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അൽ ഖുതുബ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ആ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന 10 വാള്യമുള്ള ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥത്തെ ഷോർട്ടാക്കിയിട്ട് ആറ്റിക്കുറുക്കിയിട്ട് മഹാനവറുകൾ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് അൽ കിബിരിയത്തുൽ അഹ്മർ ഫി ബയാനി ഉലൂമി ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഷെയ്ഖുൽ അക്ബറിന്റെ വിജ്ഞാനങ്ങളെ വിശദീകരിക്കാനുള്ള കിബിരിയത്തുൽ അഹ്മർ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഏകദേശം 255 പേജുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. അവിടെ ആദ്യം തന്നെ മഹാനവറുകൾ ആ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. മഹാനവറുകൾ പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വബഅദു ഫഹാദാ കിതാബുൻ നഫീസുൻ. ഈ പറയുന്ന ഗ്രന്ഥം ഒരു വിലപ്പെട്ട ഗ്രന്ഥമാണ്, നല്ല വിലപ്പെട്ട വിലപിടിപ്പുള്ള ഒരു ഗ്രന്ഥമാണ്. ഇന്തഖബ്തുഹു മിൻ കിതാബി അൽ മുസമ്മാ ബി ലവാഖിഹിൽ അൻവാരിൽ ഖുദ്സിയ്യ.
എന്റെ മറ്റൊരു ഗ്രന്ഥമുണ്ട് ലവാഖിഹുൽ അൻവാറുൽ ഖുദ്സിയ ഫി ബയാനിൽ ഉഹൂദിൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതാണ് ആ ഗ്രന്ഥം. ഇത് ഏകദേശം 920ഓളം പേജ് ഉണ്ട്. മഹാനായ ഖുത്ബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഈ ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പേര് വെക്കപ്പെട്ട എന്റെ കിതാബിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതിയ ഒരു വിലപ്പെട്ട ഗ്രന്ഥമാണ് ഈ പറയുന്ന കിബിരിയത്തുൽ അഹ്മർ എന്ന് പറയുന്ന ഗ്രന്ഥം. എന്നാൽ ഈ ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന ഗ്രന്ഥമോ മഹാനവറുകൾ പറയാ അല്ലദീ കുന്തു ഇഖ്തസർതുഹു മിനൽ ഫുതുഹാത്തിൽ മക്കിയ. ഈ ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന 920ഓളം പേജുള്ള ഈ ഗ്രന്ഥം ഞാൻ ചുരുക്കി എഴുതിയതാണ് മഹാനായ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫുതുഹത്തുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. അപ്പൊ ഫുതുഹത്തുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ചുരുക്കി എഴുതിയ എന്റെ ഗ്രന്ഥമാകുന്ന ലവാഖിഉൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത് ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ ഗ്രന്ഥമാണ്. വിലപിടിപ്പുള്ള ഒരു ഗ്രന്ഥമാണ്. ഏത് ഗ്രന്ഥം? നമ്മളിപ്പോ ഓതാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന അൽ കിബിരിയത്തുൽ അഹ്മർ ഫി ബയാനി ഉലൂമി ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇനി മഹാനവറുകൾ പറയുന്നത് ഇബ്നു അറബി തങ്ങളുടെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഈ വിശാലമായ ഗ്രന്ഥം എന്തിനാണ് ഞാൻ അത് ചുരുക്കിയത് എന്നുള്ള കാരണമാണ് മഹാനവറുകൾ പറയുന്നത്. അത് ചുരുക്കാനുള്ള കാരണം എന്താണ്? അതിന് മഹാനവറുകൾ പറയുന്നത് ഖാസുൻ ഫഹ്മുഹു ബിൽ ഉലമാഇൽ അകാബിർ. ഇതിന്റെ യഥാർത്ഥമായ ആശയതലങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പരാമർശിച്ച ആഴത്തിലുള്ള വിജ്ഞാനങ്ങൾ വലിയ ഉന്നതന്മാരായ പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വലൈസ ലിഗൈരിഹിം മിൻഹു ഇല്ലല്ലാഹിർ. വലിയ ഉന്നതന്മാരായ സൂഫികൾ അല്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അവരല്ലാത്തവർക്ക് ഇല്ലല്ലാഹിറു, അതിന്റെ ബാഹ്യാർത്ഥം മാത്രം അർത്ഥം വെക്കാനേ കഴിയുള്ളൂ. അതായത് ഇതിന്റെ വൈജ്ഞാനിക ലോകത്തേക്ക് കടക്കാൻ പറ്റൂല. ഇപ്പൊ ഖുർആന് നേരെ പദാർത്ഥം വെക്കുന്നവരുണ്ടാവും, പക്ഷെ അതിന്റെ വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ ഒക്കെ എത്രയോ അപ്പുറമായിരിക്കും. എന്നതുപോലെ മഹാനവറുകളുടെ ഫുതുഹാത്തുൽ മക്കിയ എന്നുള്ളത് ഉന്നതന്മാരായ ആളുകൾക്ക് അതിൽ പറഞ്ഞ വൈജ്ഞാനിക മേഖലയെ, അതിന്റെ ആശയങ്ങളെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതല്ലാത്ത ആളുകൾക്ക് അതിന്റെ ബാഹ്യാർത്ഥമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഫുതുഹാത്തുൽ മക്കിയയെ ഞാൻ ചുരുക്കി നല്ല എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വിശദീകരിക്കാനുള്ള കാരണം ഖദിഷ്തമല അലാ ഉലൂമിൻ വ അസ്റാരിൻ വ മആരിഫ. ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം ഖദിഷ്തമല അലാ ഉലൂമിൻ, അതിൽ ആത്മീയ വിജ്ഞാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ അസ്റാരിൻ, ആഴത്തിലുള്ള വിജ്ഞാനങ്ങളും ആത്മീയ രഹസ്യങ്ങളും വ മആരിഫ, മഅരിഫത്ത് സംബന്ധമായ വിജ്ഞാനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാ യകാദു യഖ്തുറു ഇൽമുഹാ അലാ ഖൽബിൻ നാദിരി ഫീഹി ഖബ്ല റുഇയതിഹാ ഫീഹി. ഈ ഗ്രന്ഥം കാണുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പ് ഓരോ വായനക്കാരന്റെയും മനസ്സിൽ പോലും വരാത്ത വിഷയങ്ങളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ മുമ്പ് നിങ്ങളുടെ മനസ്സിൽ പോലും ഉദിക്കാത്ത സംഭവം ഈ ഗ്രന്ഥം വായിക്കലിലൂടെ ഉദിക്കും. അഥവാ ഈ ഗ്രന്ഥം പുതിയ ചിന്തകൾക്കും പുതിയ തിരിച്ചറിവുകൾക്കും പുതിയ അറിവുകൾക്കും വഴി തുറക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ പ്രത്യേകമായിട്ട് ഞാൻ ചുരുക്കി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാനുണ്ടായ കാരണം. എന്നിട്ട് മഹാനവറുകൾ പറയാണ് വഖദ് സമ്മൈതുഹു ബിൽ കിബ്രിയത്തുൽ അഹ്മർ ഫി ബയാനി ഉലൂമി ഷെയ്ഖുൽ അക്ബർ. ഈ ഗ്രന്ഥത്തിന് ഞാൻ കിബ്രിയത്തുൽ അഹ്മർ ഫി ബയാനി ഉലൂമി ഷെയ്ഖുൽ അക്ബർ എന്ന പേരാണ് ഞാൻ എന്ത് ചെയ്തത്, നൽകിയത്. കിബ്രിയത്തുൽ അഹ്മർ എന്ന് പറയുന്ന നേരർത്ഥം ചുവന്ന ഗന്ധകം, ചുവന്ന മാണിക്യം എന്നൊക്കെയാണ് അർത്ഥം. അതായത് പഴയ രസതന്ത്ര പാരമ്പര്യത്തില് അൽ കിബ്രിയത്തുൽ അഹ്മർ എന്നത് അത്യപൂർവവും അമൂല്യവുമായ ഒരു വസ്തുവിന്റെ പ്രതീകമായിട്ടാണ് മനസ്സിലാക്കല്. അതുകൊണ്ട് തന്നെ ഈ പേര് മഹാനവറുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഈ ഗ്രന്ഥത്തിലെ വിജ്ഞാനത്തിന്റെ അപൂർവതയും വിലയും വിലപ്പെട്ടതാണ് എന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയാ വ മുറാദി ബിൽ കിബ്രിയത്തുൽ അഹ്മർ,
ഈ ഗ്രന്ഥത്തിന് കിബ്രിയത്തുൽ അഹ്മർ എന്ന പേര് വെച്ചതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇക്സീറുൽ ദഹബ്, അത് ഇക്സീറുൽ ദഹബാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ഇക്സീറുൽ ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ രസായനം, അതായത് മറ്റു ലോഹങ്ങളെ സ്വർണമാക്കുന്ന അപൂർവമായ പദാർത്ഥത്തിനാണ് ഇക്സീറുൽ ദഹബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കിബ്രിയത്തുൽ അഹ്മർ എന്ന ചുവന്ന മാണിക്യം എന്ന അർത്ഥം വരുന്ന ഈ കിബ്രിയത്തുൽ അഹ്മർ കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇക്സീറുൽ ദഹബാകുന്നു. അതായത് സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന അത്യപൂർവമായ ഒരു പദാർത്ഥം, ഒരു ലോഹം എന്നാണ് ഷെയ്ഖുൽ അക്ബർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഗ്രന്ഥത്തിന് പേരിടൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഗ്രന്ഥം ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സാരാംശം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നർത്ഥം. കാരണം രസായനം എന്ന് പറയുമ്പോൾ അതാണല്ലോ, മറ്റു ലോഹങ്ങളെ സ്വർണമാക്കുന്നതാണല്ലോ. പിന്നെ മുറാദി ബി ഷെയ്ഖുൽ അക്ബർ, ഈ ഗ്രന്ഥത്തിന് ഷെയ്ഖുൽ അക്ബറിന്റെ വിജ്ഞാനങ്ങളെ വിശദീകരിക്കുക എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്നിട്ട് മഹാനവറുകൾ അതിന്റെ വിശദീകരണം പറയാണ്. അയ്നി, ഇതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്ന മർത്തബത്ത ഉലൂമി ഹാദൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ച വിജ്ഞാനങ്ങളുടെ മഹിമ, വിജ്ഞാനങ്ങളുടെ സ്ഥാനം ബിൻ നിസ്ബത്തിൽ വൈരിഹി മിൻ കലാമി സൂഫിയത്തി, മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ, അതായത് സൂഫിയാക്കൾ പരാമർശിച്ച, സൂഫിയാക്കൾ എഴുതി വെച്ച മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് പരാമർശിച്ചു നോക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ വിജ്ഞാനങ്ങളുടെ മഹിമ കമർത്തബത്തി ഇക്സീറുൽ ദഹബ്, അത് ഇക്സീറുൽ ദഹബിന്റെ സ്ഥാനം പോലെയാണ്. ഇക്സീറുൽ ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ രസായനാണ്. ബിൻ നിസ്ബത്തിൽ മുത്ലഖിൽ ദഹബി, സാധാരണ സ്വർണവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ. കാരണം മറ്റു ലോഹങ്ങളെ സ്വർണമാക്കുന്ന അത്യപൂർവമായ പദാർത്ഥമാണ് ഇക്സീറുൽ ദഹബ്. അപ്പൊ സ്വർണത്തെ ഈ ലോകത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഇക്സീറുൽ ദഹബ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റു സൂഫിയാക്കളുടെ കലാമുകളെ ഉണ്ടാക്കാൻ കാരണമായിട്ട് ഏത് വരുന്നുണ്ട്, ഇബ്നു അറബി തങ്ങളുടെ കലാം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത്രയും വലിയ മഹത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. മഹത്വത്തിന്റെ ശ്രേഷ്ഠത ഇവിടെ എന്ത് ചെയ്യാണ്, മറ്റു സൂഫി ഗ്രന്ഥങ്ങളെ ഇവിടെ നിസ്സാരമാക്കാനോ അല്ലെങ്കിൽ മറ്റു സൂഫിയാക്കളെ ഇടിച്ചു താഴ്ത്താനോ ഒന്നല്ല. ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത അത്രയും വലുതാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ ആദ്യം ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ലഘൂകരിച്ച് ലവാക്കിഹുൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പറഞ്ഞ് 920 പേജുള്ള ഒരു ഗ്രന്ഥം രചിച്ചു. എന്നിട്ട് വീണ്ടും അത് ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അൽ കിബ്രിയത്തുൽ അഹ്മർ ഫി ബയാനി ഉലൂമി ഷെയ്ഖുൽ അക്ബർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, രചിച്ചു എന്ന് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി ബഹുമാനപ്പെട്ട ഖുത്ബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. എത്തരത്തിൽ കിബ്രിയത്തുൽ അഹ്മർ, കിബ്രിയത്തുൽ അഹ്മർ എന്ന് പറയുന്ന ചുവന്ന മാണിക്യം, സ്വർണ്ണ രസായനം, സ്വർണത്തിന്റെ എലിക്സിർ, അത് യുതഹദ്ദസു ബിഹി, അത് എല്ലാ ജനങ്ങളും ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഓ, കിബ്രിയത്തുൽ അഹ്മർ, ചുവന്ന മാണിക്യം, ഭയങ്കര സംഭവമാണ്, ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും. പക്ഷെ വലാ യുറാ ലിഇസ്സതിഹി, അതിന്റെ അപൂർവത കാരണം അത് കണ്ടെത്താൻ വളരെ കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, സാധിച്ചിട്ടുള്ളൂ. അതായത് അത്രത്തോളം മഹത്വമുണ്ട് ഈ ഗ്രന്ഥത്തിന്, വളരെ അപൂർവമായ ഗ്രന്ഥമാണ് എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ഈ മഹത്വത്തിന് തെളിവായിക്കൊണ്ട് മഹാനവറുകൾ പറയുന്നു, കമാസനുഷീറു ഇലാ ദാലിക ബിമാ നഖൽനാഹു അനി ശൈഖ് റഹ്മഹുല്ലാഹി ഫി അബ്വാബി ഫുതുഹാതിഹി, മഹാനവറുകളുടെ ഈ ഗ്രന്ഥത്തിന് മറ്റു സൂഫി കലാമിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യാ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിയ ഉന്നതമായ സ്ഥാനമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതിന് പ്രമാണമായി മഹാനവറുകൾ പറയാണ്. ഇബ്നു അറബി തങ്ങൾ അൽ ഫുതുഹാത്തുൽ മക്കിയയിൽ നിന്ന് പറഞ്ഞ ഓരോ ഉദ്ധരണികളും, ഓരോ ബാബുകളും, ഫുതുഹാത്തുൽ മക്കിയ ഓരോ ബാബുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, തരംതിരിച്ചിരുന്നത്. ഓരോ ബാബുകളും ഓരോ ഉദ്ധരണികളും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് തെളിവായിട്ട് എനിക്ക് ഉദ്ധരിക്കാൻ വേണ്ടി പറ്റും. മറ്റ് സൂഫിയാക്കളുടെ കലാമുകളെക്കാളൊക്കെ എത്രയോ മികച്ചു നിൽക്കുന്നുണ്ട് മഹാനവറുകളുടെ ഓരോ വചനങ്ങളും എന്ന് എനിക്ക് മഹാനവറുകൾ ഫുതുഹാത്തുൽ മക്കിയയിൽ പറഞ്ഞ ഓരോ വചനങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ എനിക്ക് കഴിയും എന്ന് മഹാനായ ഖുത്ബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. എന്നിട്ട് മഹാനവറുകൾ പറയാം, വഅലം യാ അഖി, ഓ എന്റെ സഹോദര, നീ അറിയണം, നീ ഒന്ന് മനസ്സിലാക്കണം, അന്നനി ഖദ് താലഅതു മിൻ കുതുബിൽ ഖൗമി മാ ലാ ഉഹ്സി, ഞാൻ സൂഫി പണ്ഡിതന്മാരുടെ എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്.
എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അത്രത്തോളം സൂഫി ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയാം, അത് ശരീഅത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ശരീഅത്തിന്റെ വിഷയത്തിൽ മഹാനവറുകൾ വായിച്ച് ഒരു മുജ്തഹിദായ ഒരാള് ഒരു മസ്അല ഈ ലോകത്ത് പുറപ്പെടുവിച്ചതിന് തെളിവായി ഉദ്ധരിച്ച പ്രമാണം ഹദീസ്, അതിന്റെ ഖുർആനിക വചനങ്ങൾ എന്താണ് എന്ന് വരെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖുതുബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ആ ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാ, എണ്ണമറ്റ സൂഫി ഗ്രന്ഥങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് മോനെ. പക്ഷേ വമാ വജദ്തു കിതാബൻ അജ്മഅ ലികലാമി അഹ്ലി ത്വരീഖി മിൻ ഫുതൂഹാത്തിൽ മക്കിയ്യ. സൂഫിയാക്കളുടെ ആശയങ്ങളും സൂഫിയാക്കളുടെ ആദർശങ്ങളും സൂഫിയാക്കളുടെ ദർശനങ്ങളും ഇതുപോലെ സമഗ്രമായി ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥം ഫുതൂഹാത്തിൽ മക്കിയനേക്കാൾ മുകളിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മഹാനവറുകളുടെ കാഴ്ചപ്പാടാണ്, മഹാനവറുകളുടെ വ്യക്തിപരമായ അനുഭവം പങ്കുവെക്കുകയാണ്. ഇത് മഹാനവറുകൾ ചരിത്രപരമായ ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. എല്ലാവരുടെ വിലയിരുത്തലും ഒരു പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അതിനെ നമ്മൾ എതിർക്കും വേണ്ട. മഹാനവറുകൾ വായിച്ച ഗ്രന്ഥങ്ങളിൽ എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഫുതൂഹാത്തിൽ മക്കിയേക്കാൾ സൂഫികളുടെ ആദർശവും സൂഫികളുടെ ആശയവും സൂഫികളുടെ ദാർശനിക ബോധവും ഇതുപോലെ സമഗ്രമായി ഉൾപ്പെടുത്തിയ ഒരു ഗ്രന്ഥം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മഹാനവറുകൾ എന്തിയാണ് പ്രത്യേകിച്ച് അവിടെ പറയാണ്. എന്നിട്ട് പറയാ, ലാസിയമ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാ തകല്ലമ ഫീഹി മിൻ അസ്റാരി ശരീഅ, മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ പരാമർശിച്ച ശരീഅത്തിന്റെ രഹസ്യങ്ങൾ. ശരീഅത്തിനുണ്ട് ഒരു ഉള്ളും പുറം, മനസ്സിലായ? ത്വരീഖത്തിനുണ്ട് ഒരു ഉള്ളും പുറം. ഏതൊരു വസ്തുവിനും ഉള്ളും പുറമുണ്ട്. ഇന്നലി കുല്ലി ഷൈഇൻ ലഹറംബത്തിനാന്നില്ല, ഏതൊരു വസ്തുവിനും ഉള്ളും പുറമുണ്ട്. ഉള്ളും പുറം ഇല്ലാത്തൊരു സാധനം ഇല്ലല്ലോ. അപ്പൊ ശരീഅത്തിന്റെ രഹസ്യങ്ങൾ മഹാനവറുകൾ ഏതിൽ സംസാരിച്ചിട്ടുണ്ട്? ഈ ഫുതൂഹാത്തിൽ മക്കിയയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ബയാനി മനാസിഇൽ മുജ്തഹിദീന അല്ലത്തി ഇസ്തംബതു മിൻഹാ അഖ്വാലുഹും, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. മുജ്തഹിദുകൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിയമം നിർണയിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പണ്ഡിതന്മാർ. ആയത്തുകളും ഹദീസുകളും എല്ലാം മനഃപ്പാഠമാക്കി സ്വതന്ത്രമായിട്ട് നിയമനിർണയം നടത്താൻ കഴിവുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചാണ് മുജ്തഹിദീങ്ങൾ എന്ന് പറയുന്നത്. ഈ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ വിധി വിലക്കുകൾ വേർതിരിച്ചെടുത്ത ഉറവിടങ്ങൾ എവിടെന്നാണ്? ഒരു നിയമം ഈ ലോകത്ത് വന്നു, ശരീഅത്ത് പരമായ ഒരു നിയമം ഈ ലോകത്ത് വന്നു, അല്ലെങ്കിൽ ത്വരീഖത്ത് പരമായി ഈ ലോകത്ത് എന്ത് ചെയ്തു ഒരു നിയമം വന്നു, അല്ലെങ്കിൽ ഹഖീഖത്ത് പരമായി ഒരു നിയമം വന്നു, അല്ലെങ്കിൽ മഅരിഫത്ത് പരമായി ഈ ലോകത്ത് ഒരു നിയമം വന്നു. ആ നിയമം ഹലാലായതുണ്ട്, ഹറാമായതുണ്ട്, ജായിസായതുണ്ട്, സുന്നത്തായതുണ്ട്, എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊക്കെ ഈ ലോകത്ത് കൊണ്ടുവരാന് അവര് ആ വിധി വിലക്കുകൾ ഈ ലോകത്ത് കൊണ്ടുവരാന് കൊണ്ടുവന്നതിന്റെ പ്രാമാണികപരമായ ഉറവിടം എവിടെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മഹാനവറുകളുടെ ഫുതൂഹാത്തുൽ മക്കിയ എന്ത് ചെയ്താൽ മതി, വായിച്ചാൽ മതി. എവിടുന്നാണ് ആ പ്രാമാണികത വന്നത്, എവിടുന്നാണ് അതിന്റെ ഉറവിടം, അതിന്റെ ആധാരം എവിടെയാണ് എന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഫുതൂഹാത്തുൽ മക്കിയ വായിച്ചാൽ മതി എന്ന് മഹാനവറുകൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഈ കിതാബിന്റെ ഫുതൂഹാത്തുൽ മക്കിയയുടെ പോരിശ പറയാണ്, മോനെ ഫുതൂഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു മുജ്തഹിദ് അതിനെ നോക്കുകയാണെങ്കിൽ, സ്വയമായിട്ട് സ്വതന്ത്രമായിട്ട് നിയമം നിർണയിക്കാൻ ശേഷിയുള്ള ഒരു മുജ്തഹിദായ പണ്ഡിതനാണ് അത് നോക്കുന്നതെങ്കിൽ ഇസ്ദാദ ഇൽമൻ ഇലാ ഇൽമിഹി, അവന് അറിവ് വർദ്ധിക്കും, അവനിക്ക് അറിവ് എന്ത് ചെയ്യും, വർദ്ധിക്കും, ഒരുപാട് അറിവുകൾ ഉണ്ടാവും. മാത്രമല്ല അവന് കണ്ടെത്താൻ സാധിക്കും, അല അസ്റാറിൻ, ചില രഹസ്യങ്ങളിലേക്ക് വെളിവാകാൻ കഴിയും, കണ്ടെത്താൻ സാധിക്കും. എങ്ങനെ? ഫി വുജൂഹിൽ ഇസ്തിംബാത്തി, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ, ആശയങ്ങൾ എങ്ങനെ നിഗമനം ചെയ്തു എന്നുള്ളത്. ഒരു ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് നിയമങ്ങളും ആശയങ്ങളും ആദർശങ്ങളും എങ്ങനെയാണ് ഈ ലോകത്ത് ഉണ്ടായി തീർന്നത് എന്ന് ശരിയായ രീതിയിൽ ബോധ്യപ്പെടാൻ പറ്റും. ഏത് ഗ്രന്ഥം വായിച്ചാൽ? ഫുതൂഹാത്തുൽ മക്കിയ വായിച്ചാൽ ശരീഅത്തിൽ മുജ്തഹിദായ ഒരാൾക്ക് കേട്ടോ. ഇനി ഔ ശാരിഹുൽ ലിൽ ഹദീസ് നബവിയ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്ന ഒരു മുഹദ്ദിസാണ്, ഒരു ഹദീസ് പണ്ഡിതനാണെങ്കിലും അവനും അറിവ് വർദ്ധിക്കുകയും ആ വിഷയത്തിൽ അവന് പുതിയ നിഗമനങ്ങളിലേക്കും പുതിയ കണ്ടെത്തലുകളിലേക്കും ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിലൂടെ എത്താൻ കഴിയും ഫുതുഹാത്തുൽ മക്കിയ വായിച്ചാൽ. അതുപോലെ ഔ മുതകല്ലിമുൻ കദാലിക, ഒരു വിശ്വാസ പണ്ഡിതനാണ്, വിശ്വാസശാസ്ത്ര പണ്ഡിതനാണ്, നമ്മളുടെ വിശ്വാസം പരാമർശിക്കുന്ന വിശ്വാസശാസ്ത്ര പണ്ഡിതനാണ് ഫുതുഹാത്തുൽ മക്കിയ വായിക്കുന്നതെങ്കിൽ ഈ ഫുതുഹാത്തുൽ മക്കിയയിലൂടെ ഒരു വിശ്വാസ പണ്ഡിതനുക്ക് പുതിയ നിയമങ്ങളുടെ സൂക്ഷ്മതകളിലേക്കും അതുപോലെ തന്നെ പുതിയ അറിവുകളിലേക്കും എത്തിപ്പെടാൻ പറ്റും എന്ന് മഹാനവറുകൾ പറയാണ്. ഔ മുഹദ്ദിസുൻ കദാലിക, ഇപ്രകാരം തന്നെ ഒരു ഹദീസ് പണ്ഡിതൻ ഇങ്ങനെ വായിച്ചാലും, ഔ മുഖ്രിഉൻ കദാലിക, ഇപ്രകാരം തന്നെയാണ് മുഖ്രിഉൻ, ഖുർആൻ ഓതാൻ കഴിവുള്ള ഒരാൾ ഇതെന്ത് ചെയ്തു വായിച്ചു നോക്കുക, അഥവാ ഖുർആൻ പാരായണ വിദഗ്ധനായ ഒരാളാണ് ഇത് വായിക്കുന്നതെങ്കിൽ അവന്റെ മേഖലയിൽ പുതിയ അറിവുകൾ അവനക്ക് ഇത് വായിക്കുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഔ മുഅബ്ബിറുൻ ലിൽ മനാമാത്തി, അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ഒരു വ്യാഖ്യാതാവാണ് ഈ ഗ്രന്ഥം വായിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ പുതിയ അറിവുകളും പുതിയ തിരിച്ചറിവുകളും ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ഉണ്ടാക്കാം. അതുപോലെ ഔ ആലിമുൻ ബിത്വബീഅത്തി വസുനഅത്തി തിബ്ബി, വൈദ്യശാസ്ത്രവും പ്രകൃതിശാസ്ത്രവും അറിയുന്ന ചില വൈദ്യന്മാരാണ് മഹാനവറുകളുടെ ഗ്രന്ഥം ശരിയായ രീതിയിൽ വായിക്കുന്നതെങ്കിൽ അവരുടെ മേഖലയിൽ ഉന്നതമായ അറിവുകൾ ഈ പറയുന്ന ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ലഭിക്കാൻ സാധിക്കുമെന്ന് മഹാനവറുകൾ പറയാൻ. വക്കദാലിക ആലിമുൻ ബിൽ ഹന്ദസ, ഒരു ഗണിത ശാസ്ത്രജ്ഞൻ, ഒരു എഞ്ചിനീയർ ആണ് ഇത് വായിക്കുന്നതെങ്കിൽ അവന്റെ മേഖലയിൽ പുതിയ അറിവുകളും പുതിയ തിരിച്ചറിവുകളും കണ്ടെത്താൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. വകദാലിക നഹ്വിയുൻ, ഇപ്രകാരം തന്നെ ഒരു നെഹ്വിസ്റ്റാണ് ഇത് കാണുന്നതെങ്കിൽ, അതായത് അറബി വ്യാകരണം അറിയുന്ന ഒരു നെഹ്വിയാണ്. ഔ മന്തിഖിയുൻ, അല്ലെങ്കിൽ ഒരു തർക്കശാസ്ത്ര പണ്ഡിതനാണ്. ഔ സൂഫിയുൻ, ഇനി അതല്ല ഒരു സൂഫിയാണ് ഇത് വായിക്കുന്നത് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കസീറു ദഹബാണ്, കിബിരീത്തുൽ അഹ്മറാണ്. സ്വർണം ഈ ലോകത്ത് ഉണ്ടാക്കുന്ന പദാർത്ഥമായിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥത്തിന് പേര് വെച്ചത് എന്ന് പറയാനുള്ള കാരണം, സ്വർണം പോലും ആ പദാർത്ഥത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും ഒരു സൂഫിക്ക് പോലും പുതിയ ചിന്താഗതിയും പുതിയ ആഴത്തിലേക്കും ഈ മഹാനവറുകളുടെ ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ എത്തിപ്പെടാം എന്ന് മഹാനവറുകൾ ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ ആലിമുൻ ബിഇൽമി ഹദറാത്തിൽ അസ്മാഇൽ ഇലാഹിയ, ഇലാഹിയായ അസ്മാഉകൾ, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളുടെ ഹളറത്തുകളെ സംബന്ധിച്ചുള്ള ഇൽമ്, ഇന്ന ഇസ്മിന് എന്താണ്, ഇന്ന ഇസ്മിന് എന്താണ്, ഇന്ന ഇസ്മിന് എന്താണ്, അതിന്റെ വിവക്ഷ എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലുഹൂരിയത്ത് എങ്ങനെയാണ് ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്, അതെങ്ങനെയാണ് ഈ ലോകത്ത് വെളിപ്പെട്ട് കിടക്കുന്നത്, അള്ളാന്റെ മൊത്തം അസ്മാ സിഫാത്തുകളുടെ പ്രതിഫലനം ഈ ലോകത്ത് എങ്ങനെ ഉണ്ടായി, ഇതിനെ സംബന്ധിച്ചൊക്കെ അറിയുന്ന ഒരാളാണ് മഹാനവറുകളുടെ ഗ്രന്ഥം വായിക്കുന്നത് എങ്കിൽ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ചിന്തകളും അറിവുകളും ഇതിലൂടെ ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഔ ആലിമുൻ ബിഇൽമിൽ ഹറഫ്, അതുപോലെ അക്ഷരജ്ഞാനം അറിയുന്ന ഒരാളാണ് ഇത് വായിക്കുന്നതെങ്കിൽ, അക്ഷരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ഉണ്ടല്ലോ, അലിഫിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം എന്താണ്, ബായിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം എന്താണ്, അല്ലെ? അഹ്മദ് എന്നുള്ളത് അഹദ് എന്നുള്ളത് അഹ്മദ് ആയതും പിന്നീട് അത് അൽഹംദു ആയി ലോകത്ത് വന്നതും അൽഹംദ് പിന്നെ മുഹമ്മദ് ആയതും മുഹമ്മദ് പിന്നെ മഖാമും മഹ്മൂദ് ആയതും ഒക്കെ എന്ത് ചെയ്യാ, ഈ ഹംദ്, അഹ്മദ്, അഹദ്, അംദ്, ഹംദ്, അവിടെ അലിഫ് കൊണ്ട് ഉദ്ദേശം എന്താണ്, ഹാ കൊണ്ട് ഉദ്ദേശം എന്താണ്, മീമ് കൊണ്ട് ഉദ്ദേശം എന്താണ്, ആദം എന്ന് പറയുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തിനാണ് അലിഫും ദാലും മീമും എന്ന അക്ഷരം കൊണ്ട് പേരിട്ടത്, അല്ലെങ്കിൽ വേറെ വല്ല പേര് കൊണ്ടും പേരിട്ടാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ അലിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഹറഫുകളുടെ അക്ഷരജ്ഞാനങ്ങൾ അറിയുന്ന ഒരാളാണ് മഹാനവറുകളുടെ ഫുതുഹാത്തുൽ മക്കിയ വായിക്കുന്നതെങ്കിൽ അവരുടെ അറിവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളും അറിവുകളും ഈ പറയുന്ന ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ഉണ്ടാകും. അപ്പോൾ സകലമാന വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ മഹാനവറുകളുടെ ഫുതുഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ പുതിയ അറിവുകളും തിരിച്ചറിവുകളും പുതിയ കണ്ടെത്തലുകളും പുതിയ ചിന്തകളും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് മഹാനവറുകൾ വായിച്ച് മനസ്സിലാക്കി അതിനെ ലഘൂകരിച്ച് ഈ ലോകത്ത് പരിചയപ്പെടുത്തി തരാം.
അപ്പൊ എന്തായിരിക്കും? അപ്പൊ മഹാനവറുകൾ പറഞ്ഞത് വളരെ സത്യല്ലേ? ലോകത്ത് ഒരുപാട് സൂഫി ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ സൂഫിയാക്കളുടെ ആദർശങ്ങളും സൂഫിയാക്കളുടെ ദർശനങ്ങളും ഇതുപോലെ സമഗ്രമായി ഉൾപ്പെടുത്തിയ ഒരു ഗ്രന്ഥം ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അൽ ഖുതുബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അത്രത്തോളം മഹത്വമുള്ള ഗ്രന്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മഹാനവറുകൾ എന്ത് ചെയ്ത് ചുരുക്കി വളരെ കുറഞ്ഞ പേജുകളിലായിട്ട് ഏകദേശം 255 പേജുകളിലായിട്ട് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മളിത് വായിക്കണം, നമ്മളിത് പഠിക്കണം, മനസ്സിലാക്കണം, പുതിയ അറിവുകളും തിരിച്ചറിവുകളും ഉണ്ടാക്കണം. ഇനിയും മഹാനവറുകൾ അതിന്റെ മഹിമകളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.